സാർ, ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ പ്രശ്നം സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് വൻ വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ആരും കരുതാത്ത രീതിയിലാണ് ഇങ്ങനൊരു വിവാദം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നതും. ആകപ്പാടെ നമ്മൾ അയ്യപ്പ ഭക്തരെന്നല്ല, കേരളം മൊത്തത്തിൽ സ്റ്റണ്ടായി നിൽക്കുകയാണ്. വരെ അത്ര കണ്ട് വെട്ടിപ്പാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അപ്പോൾ സാർ, ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ വിഷയം അതിലെ രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു സ്നേഹം, അടുപ്പം ഒക്കെ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ CPM-നോട് രണ്ട് സാമുദായിക നേതാക്കൾക്കുണ്ടാകുന്നു. അതിൽ ഒരാൾ സുകുമാരൻ നായർ, മറ്റൊരാൾ വെള്ളാപ്പള്ളി നടേശൻ. എന്നിട്ട് ഇപ്പോൾ ഈ ഉണ്ടായ വിവാദങ്ങൾ നിൽക്കുമ്പോൾ അവരിപ്പം പൊടുന്നനെ അവരുടെ ബന്ധം എന്തോ പറയുക, പിന്മാറാനുള്ള ഒരു ശ്രമത്തിലേക്കാണ്. കാര്യം ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചവർ കൂടെ എങ്ങനെ ഇനി യോജിച്ചു പോകും? കൂട്ടുകൂടിയത് വിനയായോ എന്നൊരു ചിന്ത ഇവർക്കുണ്ടാകുന്നു. CBI അന്വേഷണം വേണമെന്ന് പറയുന്നു. ഈ രണ്ട് സാമുദായിക നേതാക്കൾക്കും ആദ്യം പറ്റിയ അമളിയും ഇപ്പോൾ പിന്മാറുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പിണറായിക്കും CPM-നും വഴങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്ന് ഇവർ അറിഞ്ഞു തുടങ്ങി. അതെ, ഇവർ കുറെ കണക്കുകൂട്ടൽ ലാഭങ്ങൾ സമുദായത്തിന് വേണ്ടിയാണോ സ്വയമാണോ എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും ലാഭം പ്രതീക്ഷിച്ചാണ്. അല്ലാതെ ഒന്നും ഇവരാരും രണ്ടുപേരും ഇറങ്ങുന്ന പാർട്ടികളല്ല. പേഴ്സണലി ആയിരിക്കും, വെള്ളാപ്പള്ളി ഇറങ്ങിയാലും സുകുമാരൻ നായർ ഇറങ്ങിയാലും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരിക. സുകുമാരൻ നായരുടെ കൂടെയുള്ള നായന്മാരിലൊരു 80%-ത്തെയും NSSലുള്ള 80% നായന്മാരെ പോലും ഇടതുപക്ഷത്തെത്തിക്കാൻ ഇവർ സുകുമാരൻ നായർ വിചാരിച്ചാൽ നടക്കുകയില്ല. അപ്പോൾ അതിന് ശ്രമിച്ചാൽ സുകുമാരൻ നായർക്ക് നഷ്ടക്കച്ചവടമാകും. വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ള 80% ഇപ്പോൾ തന്നെ ഇവരുടെ പിണറായിയുടെ കൂടെയാണ്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പേരെ മാറ്റി BJPക്ക് കൊടുക്കാവുന്ന അങ്ങേർക്ക് നോക്കാനുള്ളൂ. അങ്ങേരുടെ മകൻ BJP ആയിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ നിൽക്കുക, വെള്ളാപ്പള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നപ്പോൾ ഏറ്റവും നല്ല കനകാവസരം. ഇവർ മണ്ടത്തരത്തിൽ ചെന്ന് ചാടിപ്പോയി. ഈ മണ്ടത്തരത്തിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെ നാട്ടുകാരുടെ എതിർപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കിട്ടിയ ഏറ്റവും വലിയ സുവർണ്ണ അവസരമാണ് ശബരിമലയിലെ ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ സംഭവവികാസങ്ങൾ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ശബരിമലയിൽ നിന്ന് 1 ഗ്രാം സ്വർണ്ണമെങ്കിലും മിനിമം അടിച്ചു മാറ്റിയിട്ടുണ്ട്. മിനിമം 1 ഗ്രാം സ്വർണ്ണമെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മറ്റാരെങ്കിലും ആണെങ്കിലും ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണല്ലോ ഒക്കെ. അപ്പോൾ ദേവസ്വം ബോർഡിനെ നിലക്ക് നിർത്താൻ പറ്റണം. ദേവസ്വം ബോർഡിനെ നിലക്ക് നിർത്താൻ പറ്റണം എന്നുള്ള ഡിമാൻഡ്, അല്ല അവരെക്കുറിച്ച് അറസ്റ്റ് ചെയ്ത് അന്വേഷിക്കണമെന്നുള്ള ഡിമാൻഡ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടെ സംയുക്തമായിട്ട് വെച്ചാൽ പിണറായി വിജയൻ വിഷമിക്കും. കാരണം പിണറായി വിജയൻ്റെ സ്വർണ്ണപ്പാളി കണ്ടെത്തണം, നഷ്ടപ്പെട്ട സ്വത്ത് കണ്ടെത്തണം, വീണ്ടെടുക്കണം, അതിന് ഉത്തരവാദികളായ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണം എന്നൊരു ഡിമാൻഡ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൂടെ പിണറായിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ തീരുക. പിണറായിയെ കൊണ്ട് അസാധ്യമായ കാര്യമാണിത്. ഇതെല്ലാം ചിലവാക്കി പോയി എടുത്തോണ്ട് കൊണ്ടുപോയി അല്ലെ പിടിക്കുന്നവരെല്ലാം കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട ആൾക്കാരനെ പിടിക്കുന്നവരെല്ലാം കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന മാർഗം പിണറായിയും വെള്ളാപ്പള്ളി അല്ലെ പിണറായിയും സുകുമാരൻ നായരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമരം വരുന്നുണ്ട്. ഇവരാരും അനങ്ങിയിട്ടില്ല. കോൺഗ്രസ്സാണ് സമരരംഗത്തേക്ക് സജീവമായിട്ട് വരുന്നത്. ഈ പ്രശ്നത്തിൽ അടുത്ത ആഴ്ച 10,000 പേരുടെ പരിപാടി നടത്തുന്നുണ്ട്. KC വേണുഗോപാൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് സജീവമായിട്ട് വരുമ്പോൾ പഴയ യുവതീ പ്രവേശന കാലത്ത് BJP തുടങ്ങി വെച്ച സമരത്തെ കോൺഗ്രസിന് അനുകൂലമായി മാറിയതുപോലൊരു പശ്ചാത്തലം അവിടെ ഉണ്ടാകും. കാരണം BJP ഇവിടെ പിണറായിയുടെ സൈഡാണ്, മിണ്ടുന്നില്ല. പന്തളത്ത് നടത്തിയപ്പോൾ മിണ്ടിയില്ല. പന്തളത്ത് വേറെ സംഗമം നടത്തി, അപ്പോഴും അവർ ശബരിമലയിലെ സ്വർണ്ണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല, അന്വേഷിക്കണമെന്ന് പറയുന്നില്ല. കാരണം ഇവർക്കെല്ലാം വേണ്ടപ്പെട്ട ആൾക്കാരുടെ എല്ലാവരുമായി സർക്കാർ ശബരിമല കുടത്തിൽ കൈയിട്ടിട്ടുണ്ട്, നക്കിയിട്ടുണ്ട്. ഇത് കോൺഗ്രസ്സുകാരും കാണും. പക്ഷേ കോൺഗ്രസ്സിനിപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പരിപാടി ചെയ്തേ പറ്റുള്ളൂ. നേരെ പൊളിറ്റിക്കൽ പിക്ചർ ഇത് ശബരിമല വിഷയം കുറച്ചുകൂടെ സജീവമായാൽ രാഹുലിൻ്റെ ചുരിദാറൊക്കെ എല്ലാവരും മറക്കും, ഷൈൻ ടീച്ചറിൻ്റെ ചുരിദാർ മറക്കും, പൊതു ഇഷ്യൂയിലേക്ക് ഇവർ വരും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് നോക്കിയിരിക്കാരും വെള്ളാപ്പള്ളി സുകുമാരൻ നായരും ഈ ചെളിക്കുണ്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനുള്ള കിട്ടിയ അവസരമാണ്. ഈ ഡിമാൻഡ് വെച്ചവർക്ക് ബാധിക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് പറയാം, പത്രവാർത്തകൾ വായിച്ചുള്ള എൻ്റെ യുക്തിക്ക്, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ പരിമിതമായ ബുദ്ധിക്ക് വെച്ചുള്ള അനാലിസിസായി പറയുന്നത്. ശൈലജ ടീച്ചറിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ശൈലജ ടീച്ചർ പിണറായി വിജയന് പകരം എന്നുള്ള ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ വരെ ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുകയാണ്,
ഗവൺമെൻറ് ഇത് അന്വേഷിക്കും, ഇത് കണ്ടെത്തും. ശൈലജ ടീച്ചർ ഉറപ്പ് കൊടുക്കുന്നത് ശബരിമലയിൽ നിന്ന് കുറ്റവാളികൾ ആരാന്ന് അവരെ ശിക്ഷിക്കും, അതുപോലെ നഷ്ടപ്പെട്ടത് കണ്ടെടുക്കുമെന്ന് ശൈലജ ടീച്ചർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് പറയാൻ ശൈലജ ടീച്ചർക്ക് എന്താ അവകാശം? വേറെ മന്ത്രിമാരുണ്ട്, പാർട്ടി സെക്രട്ടറി ഉണ്ട്, LDF കൺവീനർ, ആർക്കും പറയാം. ഇവരാരും പാർട്ടി സെക്രട്ടറിക്കും പറയാം. ഇവരാരും കയറാതെ ശൈലജ ടീച്ചർ ഈ പ്രസ്താവന നടത്തേണ്ട ഉദ്ദേശം ഞാൻ പാർട്ടി സെക്രട്ടറി പറയാന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അംഗീകാരമില്ലാതെ, അവരുടെ അപ്രൂവൽ ഇല്ലാതെ ശൈലജ ടീച്ചർ ഒരിക്കലും ഈ പ്രസ്താവന നടത്തിയല്ല. അല്ല, പാർട്ടി അറിയാതെ അവർ പറയില്ല. പാർട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാവരും അറിയണമെന്നില്ല, പ്രധാനപ്പെട്ടവർ അറിയാം. അപ്പോൾ അവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിണറായി വിജയനെ ഒന്നും അല്ലാതാക്കുക. പിണറായി വിജയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരുവേള പിണറായിക്ക് ഉത്തരം പറയും മുട്ടുന്നതുകൊണ്ടാണെങ്കിലോ? സമ്മതിച്ചു. പക്ഷേ പിണറായില്ലേ പറയേണ്ടത്, മുഖ്യമന്ത്രി എന്നുള്ളത് പിണറായിക്കല്ലേ ചാർജ്. അല്ലെ വീണാ ജോർജിനെ കൊണ്ടെങ്കിലും പറയിപ്പിച്ച പിണറായി എന്ത് പറഞ്ഞാലും അത് ജനം അല്ല. എന്നാലും ഇത് പറയണം. പിണറായി മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറയാമല്ലോ. മുഖ്യമന്ത്രി പദവി മുഖ്യമന്ത്രി എന്നുള്ള പദവി ഇല്ലാതായിരിക്കുന്നു. അല്ലെ പിണറായിയെ പതുക്കെ അവിടുന്ന് സൈഡ് ലൈൻ ചെയ്യാനുള്ള ശ്രമം പാർട്ടി നടത്തുന്നുണ്ടോ എന്ന് ഈ ഒറ്റ, കാരണം ഇവരെ പരിഗണിക്കപ്പെട്ടയാളാ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടയാളാ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ്. അപ്പം തന്നെ മന്ത്രിസ്ഥാനം പോലും കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി പിണറായി. അവരുടെ മനസ്സിലൊരു പക കാണും, എനിക്ക് അർഹതപ്പെട്ടത് നല്ല മന്ത്രിസ്ഥാനം പോലും കിട്ടിയില്ല, അത് വീണാ ജോർജിനെ കൊണ്ടുവന്നു, അത് തൊടുന്നതെല്ലാം പാരയാകുക. അപ്പോഴും ഇവരെ തിരിച്ചു വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഈ അവസരം ശൈലജയുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ കാണുമ്പം സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും മാത്രമല്ല അവരവരുടെ സംഘടനകളിൽ നിന്നും പുറത്തേക്ക് പോകാൻ പോകുന്നത് ചിലപ്പോൾ ആ കൂട്ടത്തിൽ പിണറായിയും കൂടെ പോയേക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധ്വനി അതിൽ കാണുന്നുണ്ട്.